നമസ്കാരം. പാക് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ഗുരുതരമായ കണ്ടെത്തൽ. ഓപ്പറേഷൻ സിന്ദൂർ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി സംബന്ധിച്ച വിവരങ്ങൾ ചോർത്തി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പാക് എംബസി ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി ബന്ധം ഉണ്ടായിരുന്നതായി ജ്യോതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ജ്യോതിയുടെ 3 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ISI ഏജന്റ് അലി ഹസനുമായി ജ്യോതി വാട്സാപ്പിൽ നടത്തിയ രഹസ്യ സംഭാഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ജ്യോതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ദുബായിൽ നിന്ന് പണം വന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. 4 ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് പരിശോധിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ 3 പേരുമായി ബന്ധമുണ്ടെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സുരക്ഷാ ആശങ്കകൾക്കിടയിൽ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ആ സമയങ്ങളിലും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ 3 പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ജ്യോതി ഈ അടുത്ത് നടത്തിയ കാശ്മീർ സന്ദർശനത്തെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 3 മാസം മുമ്പ് പഹൽഗാം സന്ദർശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. ആ സന്ദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ പോലീസ് ശ്രമം തുടരുകയാണ്. ഈ യാത്രയ്ക്ക് പിന്നിൽ ചാരസംഘവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അവർ കൈമാറുകയായിരുന്നോ എന്ന് അന്വേഷിക്കുകയാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി.